ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. ഞാനിന്നിവിടെ ഹോം മെയ്ഡ് ഷവർമയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ അല്ലേ ഷവർമ വാങ്ങിച്ച് കഴിക്കാറ്. അപ്പോൾ നമുക്കിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനത് ഷവർമയ്ക്കുള്ള റൊട്ടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് പീറ്റ ബ്രെഡ് എന്നൊക്കെ പറയും. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നതിന്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈ ഡ്രൈഡ് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതിനെ ഡയറക്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് കുഴച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ ഞാനിതുപോലെ റാപ്പിംഗ് കവർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി, നനഞ്ഞ തുണി. കാരണം ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. ചൂടുള്ള സ്ഥലത്താണ് 1 മണിക്കൂറൊക്കെ മതി കേട്ടോ. ഞാൻ പിന്നെ അതിലേക്കുള്ള ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഏകദേശം 1 മണിക്കൂറൊക്കെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കാരണം ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ കുബൂസും കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോഴത്തേനും മതിയല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം, ഷവർമ സോസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മയണൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് തൈരും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഞാൻ കറക്കിയെടുത്തതിന് ശേഷമാണ് ചെറുനാരങ്ങ പിഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ സോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുബൂസിനുള്ള മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് 1 മണിക്കൂറിന് ശേഷം. ഇപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി. അല്ലാത്തടത്ത് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. എത്ര വലിപ്പമുള്ള കുബൂസാണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബോൾസ് പിടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ കുഞ്ഞ് ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോൾസാണ് കേട്ടോ ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നിങ്ങൾ എത്ര വലുപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ബോൾസും പിടിച്ചിട്ട് പരത്തിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഒരു 6 എണ്ണം ഞാൻ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അപ്പോൾ പാനൊക്കെ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊള്ളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതേപോലെ പൊള്ളിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ അത് ചെയ്യാൻ. ഇതേപോലെ ഓരോന്നും ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് പൊള്ളച്ച് വരണം കേട്ടോ. അപ്പോൾ 6 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജും കുക്കുംബറും തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഓരോ റൊട്ടി എടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ പൊളിച്ചെടുക്കുക. ഇതേപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് തേച്ച് കൊടുക്കാം.
ഇതിപ്പോൾ ഇങ്ങനെ പൊളിച്ചു കൊടുക്കാണ്ടും അതിൻ്റെ മുകളിലായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച്. ചിക്കനൊന്നിങ്ങനെ ഒന്നും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാബേജ്, പിന്നെ കുക്കുംബർ, പിന്നെ തക്കാളി, ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സോസ് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വലിയ കുബൂസാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഓപ്പൺ ചെയ്ത ഭാഗം കുറച്ച് ഉള്ളിലേക്കായി മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഷവർമ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇതേപോലെ. എന്നിട്ട് ഒന്നുകൂടി റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് മുകളിലത്തെ ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഷവർമ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വലുതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.